പോലും കാണാത്ത അയാളെ അന്വേഷിച്ച് ടെസ ഇവിടെ വരെ വന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഞാൻ ബാച്ചിലറാ. പിന്നെ നമ്മുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അവനും ഞാനും കൂടെ സെറ്റപ്പ് ചെയ്തെടുത്ത സ്ഥലമായി. ആരുമില്ലാത്തവർക്ക് കയറി കിടക്കാനൊരു സ്ഥലം. വന്ന പടുതി അങ്ങ് പൂ വന്നു. ഊട്ടിയെ വെല്ലുന്ന ക്ലൈമറ്റാ. ഒന്ന് പറഞ്ഞു കൊടുക്ക്. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. പോണം. നെക്സ്റ്റ് വീക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. മമ്മി താഴേക്ക് വെക്കോ, ഞങ്ങളിപ്പോ വരാം. ഇത് അയാളുടെ സ്ഥലമാണല്ലേ? നിന്റെ സ്വഭാവം ചൊരിച്ച് നീ അയാളെ തപ്പി ഇറങ്ങിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഈ 27 കല്യാണം ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയില് ഇത് ഏറ്റവും അവസാനം അറിയുന്ന ആള് നീയായിരിക്കും. എടി, എന്റെ കല്യാണത്തിൽ നീ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റാണോ? ഹലോ, ആ പൗലുച്ചേ, എന്തു പറഞ്ഞു? അവിടെ എന്തെങ്കിലും അസൗകര്യം? ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്റെ പേരും പറഞ്ഞ് മമ്മി വെല്ലുമിച്ച് വഴക്കായി. അപ്പൊ വെല്ലുമിച്ചിട്ട് BP ചെറിയൊരു വേരിയേഷൻ. ഹോസ്പിറ്റലിൽ ആരുണ്ട്? ഹലോ മമ്മി, ടെസ പാക്ക് ചെയ്യാം. ആ, ഞങ്ങൾ വരാം. ആ, ഡോക്ടറെ പിച്ച പണിയല്ലേ? കൊല്ലം കുറയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇല്ലാത്ത പരിഷ്കാരങ്ങളാണ് ഇതൊക്കെ. കുഞ്ഞമ്മച്ചന്റെ ബർത്ത്ഡേ ആണ്. 70 വയസ്സായി എന്ന് വെച്ചാൽ പ്രായമാകുമ്പോ പരിചയം പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ മറ്റുള്ളവരെ ചെണ്ടകുട്ടി അറിയിക്കേണ്ട. ഹാപ്പി ബർത്ത്ഡേ. Thank you for being a wonderful host. ഇനി ഞാൻ അയാളെ എവിടെ പോയാ അന്വേഷിക്കുന്നേ? ये तो निकल गई वापस. ചേട്ടാ, ഈ വെള്ളം കുടിക്കാൻ കൊള്ളൂ? മലയുടെ മേലെന്ന് വന്നല്ലേ കുടിച്ചോ. കംപ്ലീറ്റ് മിനറൽസാ. ധൈര്യമായിട്ട് കുടിച്ചു. उसने देखा नहीं, उसको देख नहीं रही. फिर भी नहीं देखा उसने. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ തൊട്ടടുത്താ. अच्छा, ये इनको लेके जा रहा है और वो निकल गई वहां से. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എൻ്റെ കർത്താവ്. ये वहां पहुंच गया. യൂത്ത് ഹോസ്റ്റൽ. नाम भी कैसे? യൂത്ത് ഹോസ്റ്റൽ. കുഞ്ഞപ്പോ, എല്ലാവരും ഇറങ്ങിക്കോ. ഹാപ്പി ബർത്ത്ഡേ. മറന്നോ? നോക്കിമാ. ചേട്ടാ എഴുന്നേക്ക്. പിന്നെ എഴുതേക്കാൻ ഇവരാരും മാർപ്പാ ദൈവദാസികളെ കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ഡിവൈൻ സെന്റർ അല്ലേ? എല്ലാത്തിനും മലമുകളിൽ വാഴും ദേവതേ. സൗഖ്യമാ. ഇത് കനി. വിലക്കപ്പെട്ട കനിയൊന്നുമല്ല, നല്ല ഒറിജിനൽ കനിയാണ്. ധൈര്യമായിട്ട് കൈ കൊടുത്തു. ഹലോ. ഇവിടെയുള്ള എല്ലാ സാത്താന്മാരെയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. പള്ളി പട്ടക്കാരൊന്നും ഇല്ലാതെ ജീവിച്ചത്. എന്റെ പൊന്നു കുഞ്ഞപ്പോ ഒന്ന് പതുക്കെ പറ. അവര് കേൾക്കാൻ വേണ്ടി തന്നെയാണോ പറയുന്നത്? വല്ലപ്പോഴും കയറി വന്നിട്ട് എന്ത് തോന്നി ദിവസം കാണിക്കാമെന്നാണ് എന്റെ വിചാരം. എല്ലാത്തിനും കൂടെ അവരെന്തിനാ കെട്ടിയെടുത്തിരിക്കുന്നത്? എനിക്ക് ഒപ്പീസ്
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെ കടം കിട്ടിയിട്ടില്ല. വീട്ടിൽ അവരും മിസ്റ്റർ കുഞ്ഞാപ്പ് ഇവിടെ ഇരിക്കുവന്നോ? കുഞ്ഞപ്പാ കുഞ്ഞപ്പാ कितना नाराज रहता है उससे. ഒരാൾ പരിചയപ്പെടാൻ വരുമ്പോ മോഹൻ തിരിച്ചിരിക്കും. ഇത് സിസ്റ്റർ തെരേസ് മേരി. 10-30 കൊല്ലമായിട്ട് സീഷൽസിലാ. കാവാലത്തായിരുന്നു വീട്. വീട്ടിലെ പേര് ओह अच्छा वही है शायद ये वही तो नहीं है. हाँ वही है शायद. ये तो वही थ्रेसिया है. बचपन का प्यार उसका. അവർക്ക് കൊടുക്കാൻ കാപ്പി എത്തിയോ? ஆமா കടി തന്നെ ഉണ്ട്. நல்ல கப்ப இருக்கும். പൂക്കുറ്റി പരിപാടി. ആ നിൽക്കുന്ന ആരാണെന്നറിയാമോ? थ्रेसिया. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു കുഞ്ഞപ്പന്റെ ആ പഴയ പ്രേമല്ലേ थ्रेसिया. അതാ സാക്ഷാൽ ചക്കപുറക്കെ ത്രേസ്യ. സിസ്റ്റർമാർ ഇതുവഴി കൊണ്ടുവരാൻ പറ്റ പാട്. 5-6 കൊല്ലം കൂടുമ്പോ 2 ആഴ്ചത്തെ വിസിറ്റിന് വരുന്ന സിസ്റ്റർമാരെ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഏത്തക്കേട്ടച്ചൻ പറഞ്ഞപ്പോ ആ കാലയിലോട്ട് ഒറ്റ വീഴ്ച ആ കപ്പ എടുത്തേ. കുടമാളൂർ ഭരണങ്ങാനം കുരിശുമല യാത്രക്കിടയിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്താൽ കുറെ വയസ്സന്മാര് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന് കയറിക്കണ്ട് പ്രാർത്ഥിച്ചു പോണേന്ന് അവിടെ കിടന്നോണ്ട് അങ്ങ് പറഞ്ഞു. അല്ലാതെ ഈ സിസ്റ്റർമാരുടെ നമ്മുടെ കുഞ്ഞപ്പം പ്രേമിക്കുന്ന ഒരു പഴയ ത്രേസ്യുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുമല്ലോ കേട്ടാ അവരെന്നെ അപ്പൊ തന്നെ കുരിശേ കേട്ടത്തില്ലായോ? സിസ്റ്റർ ഗുരുവത്തിക്ക് ഷുഗർ ഉള്ളതാ. ഞങ്ങള് നല്ല മണിമലക്കാരാ. കപ്പ തിന്നിട്ട് ചാവണെങ്കിൽ ഞങ്ങൾ ചാവട്ടെ. ചാവേണെങ്കിൽ ചാവട്ടെ സിസ്റ്റർ. കല്ലറയിൽ കുരിശിന്റെ കൂടെ ഞാൻ ഒറ്റ കൂടെ കപ്പ കൂടെ വെച്ചു. उनको विश्वास नहीं हो रहा होगा ना. सब कैसे मिल रहे हो उनसे. वो तो जाने लग गए. ये तो बाहर भी नहीं आया. കുറച്ച് നാളായിട്ട് ഇതിന്റെ പുറകെ ഇതിന് സംഭവം കളറില്ല. ആരെങ്കിലും ഒക്കെ കാത്തിരിപ്പുണ്ടേ പറഞ്ഞാ മതി. കുഞ്ഞപ്പാ കള്ളക്കാവുക കഥ അടിച്ച് നാണിച്ചിരിക്കുവല്ലേ. ഇവിടെ ഇറങ്ങി കുഞ്ഞപ്പാ കുഞ്ഞപ്പാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. बंद क्यों करोगे? കുഞ്ഞ ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് नहीं. நீங்க என்ன வேணும்னு சொல்லுங்க சார். அந்த பெரிய மரத்துல ஏறுமானம் கட்டலாமா சார்? சொல்லுங்க சார் என்ன பண்ணணும்? அதெல்லாம் நான் வந்து அப்புறம். ஓ நீங்க போயிட்டு திரும்பி எப்போ வரும் சார்? அது வந்து മരുതേ കാപ്പി സാപ്പിടെ. കുഞ്ഞപ്പൻ ചേട്ടൻ ഇതുവരെ കഥ പറഞ്ഞിട്ടില്ല. കുഴപ്പാവൂ? ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരുടെ കംപ്ലീറ്റ് റൊമാൻറ്റിക് മൂഡിലായിരിക്കും. പുള്ളിക്കാരൻ ചുമ്മാ എൻജോയ് ആയിട്ട് വെറുതെ ഇത് പിടി. ഈ വെയിറ്റ് ചെയ്യുന്ന ആളെ കാണാതെ ലൈഫ് അങ്ങ് തീർന്നു പോയിരുന്നെങ്കിലോ? അതിനല്ലേ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അപ്പോ ആത്മാർത്ഥമായി നമ്മളൊരാളെ കാത്തിരുന്ന എന്നായാലും അയാൾ ഇങ്ങ് എത്തും അല്ലേ? പിന്നെ അല്ലാതെ എവിടെ പോവാൻ? പിന്നെന്തിനാ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത്? സ്വന്തം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാ പൊതുവെ ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നത്.
അല്ല ഡോക്ടറെ, ഇതിനാച്ചാൽ ഇംഗ്ലീഷ് മരുന്നിന്റെ കുറിപ്പടി പോലെ ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ. പേടിയുണ്ടോ? പിന്നെ പശു കുത്താൻ വരുമോന്ന് പേടിയുണ്ട്, തലേ തേങ്ങ വീഴുമെന്ന് പേടിയുണ്ട്. പ്രേമിക്കാൻ പേടിയുണ്ടോ? ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാ എങ്ങനെ റിയാക്ട് ചെയ്യും? എവിടെ പറയാൻ, ആര് പറയാൻ? അങ്ങനെ ഒരാൾ പറഞ്ഞ അതിപ്പോ ഡോക്ടറെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ചിലപ്പോൾ കുഴപ്പത്തില്ല. എന്ന് വെച്ച് ഡോക്ടറിനെ കുഴപ്പത്തിലാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. കുഞ്ഞപ്പച്ചേട്ടനുള്ള മരുന്ന് കൊടുക്കാൻ മറന്നു. കനി, പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. ടെസ്സെ അറിയോ? ഇവിടെ വന്നിരുന്നു. എപ്പോ? 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് വരുമെന്നറിയില്ലല്ലോ. ഇന്ന് രാവിലെയാ പോയത്. എന്തിനാ ഈ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ? എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെയിട്ട് കളിപ്പിക്കുന്നത്? इसको सब पता है. ഞാൻ ആരെയും കളിപ്പിക്കുന്നു? അതിനെ ഇത്ര സിമ്പിളായിട്ട് കാണല്ലേ. हाँ देखो जानता ही. നടക്കുന്നു ആ മുറി താമസിക്കുന്നതൊക്കെ सब पता उसे. എന്നെ കുറിച്ച് കേട്ട കഥകളിൽ നിന്നും ആ കുട്ടി ഉണ്ടാക്കിയെടുത്ത എന്റെ ഇമേജ് എന്താ എനിക്കറിയില്ല. അതൊരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നെങ്കിൽ ആ കുട്ടി നിങ്ങളെ ഇത്ര ദൂരം വരില്ല. എന്റെ അമ്മോ, ഡോക്ടറോട് തർക്കിക്കാൻ ഞാനില്ലേ. ഒരടുക്കും ചിട്ടയില്ലാത്ത ജീവിതം എന്റെ. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ. ഇനി അതൊക്കെ ആയിക്കൂടാന്നില്ലല്ലോ. പനി പിടിച്ചെടുക്കുമ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂട്ടിനൊരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഒരാൾ കൂടി പനി കൊടുക്കാമല്ലോ. ഞാൻ തർക്കിക്കാനൊന്നും പറയുമല്ല. നിങ്ങൾ എന്നോട് കാണിച്ച അതേ കൺസേൺ മാത്രം എനിക്ക് ടെസ്റ്റിയോടുള്ളത്. പോയി നിന്റെ അപ്പം കൂത്താടി പോലെടുത്ത് പോയി പാടാ വൃത്തികെട്ടാണ്. क्यों इमोशनल हो रही है? അവർക്ക് കുറച്ച് കാപ്പിപ്പൊടിയും തേയിലൊക്കെ കൊടുത്തയക്കേണ്ടതായിരുന്നു. ആർക്ക്? ना वारा ठेसी के बाद हो सकता है नहीं. കണ്ട പരിഭ്രമത്തില് എനിക്കൊന്നും പറയാനും പറ്റിയില്ല. പുള്ളിക്കാരത്തി പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. എന്നെ ഒരുത്തൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് എന്റെ ട്രേസി അറിഞ്ഞിരുന്നേല് ഞങ്ങൾ പണ്ടേ കണ്ടുമുട്ടിയല്ലേ. ഇല്ലേ? ഇല്ലേ? യാത്ര പറയാൻ നിന്നാലേ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി ആ കുഴപ്പത്തിലാവും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ആ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാം. നാളെ ഇവിടെ തൃശ്ശൂർ പൂരാ. ഡോക്ടർ പൂരം കൂടി ഇല്ല, ഒന്ന് കൂടണം. അഴകില്ലേ അഴക്. ഇപ്രാവശ്യം പാമ്പാടി രാത്രി മറ്റവൻ കാണും അടിയാട്ടയ്യപ്പൻ ഇരുട്ടത്ത് കൊണ്ട് നേരി തേരിട്ട് ചുമ്മാ ചമ്മിപ്പോ. അത്ര കറുപ്പാ. അവിടെ നിന്ന് കുന്നംകുളത്ത് ചെന്ന് ഇട്ടിക്കോലപ്പാപ്പന്റെ ബുള്ളറ്റ് എടുക്കും. അവന്റെ മോളിൽ കയറി ഗോവ ഗോകർണം വഴി നേരെ കാഠ്മണ്ഡു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ വീടൊക്കെ പോയി കിടക്കും. അവന്മാരെ കൂടി ഹെൽപ്പ് ചെയ്യണം. അവിടെ നിന്ന് പിന്നെ നോർത്ത്. അപ്പോ ആ കുട്ടിയെ കാണാൻ പ്ലാൻ ഇല്ല അല്ലേ? ദേ കിടക്കുന്ന ചട്ടിയും കയറും. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ഇതെല്ലാം മറക്കുമെന്നില്ല ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കെല്ലാം കുട്ടിക്കളിയല്ലേ, അല്ലെങ്കിൽ തമാശ? ഒരിക്കലും അല്ല ഡോക്ടറെ. എന്റെ അപ്പൻ ഈ കാലത്തിനിടയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം ആ പെങ്കച്ചനൊന്ന് കാണുന്നത് മാത്രമാണ്. എങ്കിൽ പിന്നെ അപ്പന്റെ ആഗ്രഹമെങ്കിലും ഒന്ന് സാധിച്ചു കൊടുത്തു. അല്ല, അങ്ങനെ വെറുതെ എങ്ങനെയാ കൊച്ചിനെ കാണുന്നത്? ഇത്രയും തപ്പ് കാണുന്ന ഒരു കൊച്ചിനെ കാണുമ്പോ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? അങ്ങനെ കാണുമ്പോഴേ സംഭവം കളറാവത്തുള്ളൂ. छा गया इसकी बस.
നമ്മുടെ കുഞ്ഞപ്പനെ ഒന്ന് നോക്കിയേക്കണേ. ഇനി ഈ പ്രായത്തിലുള്ള സെമിനാറിൽ പോയി ചേരുമെന്ന് എന്റെ പേടി. അതെ, ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം. ടെസ്റ്റോട് പൂരം കണ്ടിട്ടില്ലെങ്കിൽ വരാൻ പറ. ആൾക്കൂട്ടത്തിനിടെ ഞാനുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ. हिंट तो दे दिया उसने. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ലല്ലോ. താങ്ക് യു. ढूंढ कैसे पाएगी वो? इतने लाखों लोग हैं वहाँ. कहाँ ढूंढी किसे इतनी भीड़ में? वही तो नहीं है इसमें तो नहीं गई. है तो मैजिशियन है वो भी. പൊതിഞ്ഞിരിക്കുന്ന ഈ ബോക്സിൽ നിന്നും കൈ കാലുകൾ പൊന്തിച്ച ഈ മനുഷ്യൻ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തു വരും. केरोसिन कुछ लग रहा है उस पे. ഇന്ത്യ അവസാന ഐറ്റം ദ വാനിഷിംഗ് മാൻ ഫോക്കസ്. ജയ് ജഗമ്മ, ജയ് ജഗമ്മ. Abracadabra! Abracadabra! Begava! Abracadabra! वही है. ये तो वही है. लग रहा था मुझे इसी में साथ. उसने भी देख लिया उसको. Finally, wait is over. സംഭവം കളറായില്ലേ? ഫസ്റ്റ് ടൈം അല്ലേ പൂരം? നമ്മുടെ ആശാന ഹുഡീനിയുടെ മൂത്താപ്പന. മുപ്പത്തിയാള് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നമ്മളും ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇതാ ടെസ്റ്റാ. എന്റെ മോളെ, നിന്റെ സർക്കാർ ചാറായി നിർത്തി, ബാർ നിർത്തി. നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? ശരി, ഞാനെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് വരാം. ഓക്കേടാ. നമുക്കെന്നാ ചൂടായിട്ടൊരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചാലോ? Hi. I'm Shruti. Shruti Rao. अच्छा, उसका असली नाम श्रुति है. நீங்க வேற யாரையும் எதிர்பார்க்கறீங்களா? ऐसी बोल रही है. തിരുവിഴ എപ്പോ സ്റ്റാർട്ട് ആവും? തിരുവിഴ എപ്പോ സ്റ്റാർട്ട് ആവും? ഇപ്പൊ തുടങ്ങും. हाँ, उसे जानबूझ के बोला ना. जानबूझ तो बोल रही है. उसने बहुत घुमाया. உங்க டெஸ்டா வீடு எங்க எனக்கு தெரியாது. ஏன் வீடு பாண்டிச்சேரி. யார் இந்த டெஸ்ஸா? உங்களை கழட்டி விட்டு ஓடிட்டாலோ? അത് നമ്മൾ കാണാത്തൊരു ജിന്ന. നമ്മുടെ മനസ്സിലുള്ള രൂപം വെച്ച് കറക്കി കുത്തി നോക്കിയപ്പോ അമ്മ താനാണെന്നങ്ങ് വിചാരിച്ചു. நான் சீரியஸா ஒரு கேள்வி கேட்டா போய் சொல்ல மாட்டேன். ശരിക്കും താനല്ലേ ടെസ്സ? उसको पता है.
മാറ്റം തുടങ്ങാനായി. വേഗം വാ. ആ വരുന്നു. അപ്പൊ ഇനി എന്താ പരിപാടി? വാട്ട് നെക്സ്റ്റ്? പുരം then straight to പുഷ്കർ. ഒറ്റയ്ക്ക് നമ്മൾ തമ്മിൽ ഇനി കാണുമോ? കണ്ടാൽ തന്നെ ഓർക്കും. ആർക്കറിയാം. അതുകൊണ്ട് നമുക്ക് കളറായിട്ടൊരു ഫോട്ടോ പിടിച്ചാലോ? ഓക്കെ. Yeah, why not? क्या हुआ? ओह कैसा? इसी के बगल में चार्ली नाम है उसका। जब मूवी खत्म होने वाली है तब बोला उसने अपना नाम, मतलब पूरी मूवी बिना उसके नाम के ही है। ओ कितनी भयंकर वीडियो है। निकल पड़े दोनों कर रहे हैं ट्रैवल एक साथ। हाँ, एक जैसे ये दोनों।